വ്യാജ വോട്ടിലെ VD സതീശ് LDF മാത്രമാണ് ആക്രമിക്കുന്നത്, BJPക്കെതിരെ ഒന്നും മിണ്ടുന്നില്ല. ഒരക്ഷരമുണ്ടില്ല. BJPക്കെതിരായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കില്ല. അവരുടെ ഡീലാണത്. കോൺഗ്രസും BJPയും ചേർന്നിട്ടുള്ള ഒരു ഡീലാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന മനുഷ്യനെ ജയിപ്പിക്കണം, രാഹുൽ മാക്കൂട്ടത്തിനെ ജയിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ ഉറപ്പായിട്ട് പറയുകയാണ്, ഈ നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇത്തരം കള്ളത്തരം മുഴുവൻ നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരും, ജയിക്കുകയും ചെയ്യും. പോളിംഗ് ബൂത്തിൽ എഴുതി വെക്കൽ മാത്രമല്ലല്ലോ, ഒരു ജനകീയമായ ഒരു പ്രതിരോധമല്ലേ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നാണം മാനമുള്ളവരാരെങ്കിലും വന്ന് വോട്ട് ചെയ്യോ? തടയൊന്നുമല്ല, സാമൂഹ്യ മാധ്യമത്തിൻ്റെ മുമ്പിൽ എൻ്റെ വോട്ട് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരിയുള്ള ആൾ വന്നിട്ട് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ കേരളത്തിൽ. അത് നോക്കാം, നമുക്ക് അന്നേരം ചാലഞ്ച് ചെയ്യാലോ. അതിനൊക്കെ പല പരിപാടികളും ഉണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരുന്ന വോട്ടിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാലഞ്ച് ചെയ്ത വോട്ടായി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ വക്താക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം നമുക്ക്. ഞാൻ എഴുതി വെക്കൊന്നും പറഞ്ഞിട്ടില്ല. നോക്കാതെ അത് നോക്കി പറയാം. സമാധാനപരമായിട്ട് മാത്രമേ ഇലക്ഷൻ കൈകാര്യം ചെയ്യുള്ളൂ. തടയണമെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതാണ് ആരെങ്കിലും എവിടെയെങ്കിലും തടയുന്ന ഞങ്ങളുടെ ഉത്തരവാദിയല്ല. അത് തെറ്റായ രീതിയിലുള്ള എല്ലാ വോട്ടിനെയും ചാലഞ്ച് ചെയ്യും, എല്ലാ കള്ള വോട്ടിനെയും ചാലഞ്ച് ചെയ്യും. അപ്പോൾ വളരെ വ്യക്തമാണല്ലോ, SDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഈ പറയുന്ന ലീഗും കോൺഗ്രസും ഇവരാണിപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകെട്ട്. മതരാഷ്ട്രം വേണമെന്ന് ലോകത്തോട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ ഒപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനം ഏറ്റവും ശക്തിയായി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് SDPI. അവരാണിപ്പോൾ സഖ്യകക്ഷിയായിട്ട് രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതാണ് ഇന്നലെ പുറത്തു വന്നത്. അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അതെന്തെങ്കിലൊന്നും പറയാതെ. തീവ്ര വലതുപക്ഷം എന്ന് മാത്രമല്ല, തീവ്ര വർഗീയ വിഭാഗമാണ് അവർ. ആ വിഭാഗമാണ് ഇന്നലെ പരസ്യമായിട്ട് ഇന്നലത്തെ നിസ്കാരത്തിന് ശേഷം ലഘുലേഖ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, ഓരോ പള്ളിക്ക് മുമ്പിലും കൊടുത്തിട്ടുള്ളത്. അത് ഇവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ ഒപ്പം നിൽക്കുന്ന തീവ്ര വർഗീയ പാർട്ടിയാണ്, വർഗീയ വിഭാഗമാണ് SDPI. ഇവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങളും അവരുടെ സപ്പോർട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ RSനെ പോലെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിനെയും കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് RSSൻ്റെ കൗണ്ടർ പാർട്ടാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് രണ്ടിനെയും ഒരേപോലെ തന്നെ തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അല്ല, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ കാര്യങ്ങളും അല്ല, പാക്കേജിന് മുമ്പേ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ ജലവാക്കിയതല്ലോ, ജലവാകാൻ പോകുന്നല്ലേ പാക്കേജ്. ആ പാക്കേജ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പൈസയും നമുക്ക് തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കെ സുരേന്ദ്രനൊന്നും മിണ്ടേണ്ട കാര്യം ഉത്ഭവിക്കുന്നില്ല. കാരണം അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ്, ഒരു പൈസയും കേരളത്തിന് കൊടുക്കാൻ പാടില്ല, ഒരു പുനരധിവാസവും നടത്തേണ്ടതില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കണം എന്ന തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. അതൊക്കെ BJPൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. ആരാ അതല്ല വിലവെക്കുക? ഓരോ സംസ്ഥാനത്തിനും ദുരിത നിവാരണത്തിന് വേണ്ടി കൊടുക്കുന്ന പണം അത് ഇതുപോലുള്ള ആയിരക്കണക്കിന് കോടി ഉറുപ്പിക ചിലവുള്ള മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? താനീ തോന്നിയ ദിവസം പറയുകയാണ്. എന്നിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടി കുറേ പത്രക്കാരും കുറേ ആളുകളും കേട്ടോ. BJPക്ക് കൃത്യമായ മറുപടി കൊടുക്കും. BJP ഇപ്പോൾ തന്നെ 3ാം സ്ഥാനത്താണ്. BJPക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. BJP ഇപ്പോൾ തന്നെ ഈ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്താണ്. മത്സരം UDFും അതുപോലെ തന്നെ LDFുമാണ്. LDF വളരെ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്.